ശുദ്ധ ഇസ്ലാം ഇന്ന് ജാജ്വല്യമാനമായ നിലയിൽ പ്രക്ഷോഭിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന പരിശുദ്ധമായ മദ്രസ സംവിധാനങ്ങൾ ഈ ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകളിൽ കേരളത്തിലെ മദ്രസ സംവിധാനങ്ങൾ പോലെ ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മദ്രസ സംവിധാനങ്ങൾ ലോകത്തെല്ലായിടത്തുമുണ്ട്. പക്ഷേ ഇത്രയും സിസ്റ്റം ഏറ്റവും ഉദാത്തമായ നിലയിൽ കേരളത്തിലെ മദ്രസകൾ വളരെ പ്രകാശം പരത്തുന്ന കലാലയങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യമാകും. ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ. ആ വിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി പാരായണം ചെയ്യേണ്ടത് എന്നും ആ വിശുദ്ധ ഖുർആൻ ഏതെല്ലാം ശൈലിയിൽ ഓതണമെന്നും അക്ഷര സ്ഫുടതയോടുകൂടി വാക്ചാതുരിയോടുകൂടി ഓതുന്നതിനു വേണ്ടി ആവശ്യമായ പഠനം അത് മദ്രസ സംവിധാനങ്ങളിൽ നിന്നാണ് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്നത്. മാത്രമല്ല, വിശുദ്ധമായ ഖുർആൻ ആ മദ്രസകളിൽ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെയും അവന്റെ വിശുദ്ധമായ തൗഹീദിനെയും പഠിപ്പിക്കുകയാണ് മദ്രസ സംവിധാനങ്ങൾ. അള്ളാഹു ഏകനാണ് എന്നും അവന്റെ മുന്നിലല്ലാതെ ശിരസ് കുനിക്കാൻ പാടില്ല എന്നും അവന്റെ മുന്നിലല്ലാതെ കരങ്ങൾ നീട്ടാൻ പാടില്ലെന്നും വളരെ വ്യക്തമായി മദ്രസ സംവിധാനങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ മദ്രസ സംവിധാനങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഏകദൈവ വിശ്വാസത്തെയും തൗഹീദിനെയും പഠിപ്പിക്കുമ്പോൾ തന്നെ മറ്റ് മതവിഭാഗങ്ങളെ ബഹുമാനിക്കുന്നതിനും മറ്റ് മതവിഭാഗങ്ങളെ അംഗീകരിക്കുന്നതിനും അവരെ റെസ്പെക്ട് ചെയ്യുന്നതിനും അവരെ ഉൾക്കൊള്ളുന്നതിനും അവരെ ബഹുമാനിക്കുന്നതിനും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മദ്രസകളിൽ അള്ളാഹുവിനെ പഠിപ്പിക്കുന്നു, ഏകദൈവ വിശ്വാസത്തെ പഠിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോ ഒരിക്കലും നമ്മൾ മറ്റ് മതവിഭാഗങ്ങളെയും ആ മതവിഭാഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ ദേവീ ദേവന്മാരെയും അവരുടെ ആരാധ്യ പുരുഷന്മാരെയും ഒരിക്കലും ഇസ്ലാമിന്റെ സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസ കലാലയങ്ങളാകുന്ന മദ്രസകളിൽ വിദ്വേഷം പഠിപ്പിക്കുന്നില്ല. ഒരിക്കലും ഒരു മത വിശ്വാസത്തെയും അവരുടെ വിശ്വാസ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും ഒരിക്കലും മോശമായി പറയുവാനോ അതിനെതിരെ ഏതെങ്കിലും നിലപാടെടുക്കുവാനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇത് വിശുദ്ധമായ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അഖീദയിലൂടെയാണ്, ദീനിയാത്തിലൂടെയാണ് ഒരു സമൂഹത്തിന് ഈ സന്ദേശം പകർന്നു കൊടുക്കുന്നത്. അള്ളാഹു അല്ലാത്ത ഒരു സമൂഹത്തെ, അള്ളാഹു അല്ലാത്ത ആരാധ്യരായി കാണുന്ന ഒരു സമൂഹത്തെ ഒരിക്കലും നിങ്ങൾ അധിക്ഷേപിക്കരുത്, ആക്ഷേപിക്കരുത്, വിമർശിക്കരുത്, കുറ്റപ്പെടുത്തരുത്, അവരെ കളിയാക്കരുത് എന്ന് വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുകയാണ്. അത് ഖുർആനിന്റെ സന്ദേശമാണ്. അത് അഖീദയിലൂടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നു. മറ്റു മതവിഭാഗങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള വിശാലമായ മനസ്സ് ഒരു വിദ്യാർത്ഥിയിൽ, ഒരു വിദ്യാർത്ഥിനിയിൽ മദ്രസ കലാലയങ്ങളിലൂടെ അത് പകർന്നു കൊടുക്കുകയാണ് അധ്യാപകന്മാർ. നമുക്കറിയാം, പരിശുദ്ധമായ നബിദിന സന്ദേശ റാലികൾ നമ്മുടെ ബഹുസ്വര സമൂഹത്തിലൂടെ ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നബിദിനത്തിന്റെ സന്ദേശം പകർന്നുകൊണ്ട് റാലി കടന്നു പോകുമ്പോ ആ കുരുന്നു മക്കൾക്ക് അമ്പലങ്ങളുടെ മുന്നിൽ വെച്ച്, ക്ഷേത്രങ്ങളുടെ മുന്നിൽ വെച്ച് ക്ഷേത്ര കമ്മിറ്റി പ്രവർത്തകരാണ് അവർക്ക് ദാഹജലം നൽകുന്നത്, മധുരം നൽകുന്നത്, അവർക്ക് പഴവർഗ്ഗങ്ങൾ നൽകുന്നത്. ഇത് കേരളത്തിന്റെ മനോഹരമായ ഒരു കാഴ്ചയായി നമ്മൾ അഭിമാനത്തോടുകൂടി എക്കാലവും നമ്മൾ ഓർക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു മതവിഭാഗത്തെ ആക്ഷേപിക്കുന്നു എന്ന ഒരു നില അല്ലെങ്കിൽ ആ ഒരു നിലപാട് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുമായിരുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന മദ്രസ സംവിധാനങ്ങൾ ലോകത്ത് അഖീദയിലൂടെ മറ്റ് സമൂഹങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ ഏകദൈവ വിശ്വാസം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ആണിക്കല്ലിട്ടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് അഖീദയിലൂടെ.
പിന്നെ പഠിപ്പിക്കുന്നത് തിരുവചനങ്ങളാണ്. ആ തിരുവചനങ്ങൾ ഹദീസിന്റെ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളിലൂടെ മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞു മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത് പരിശുദ്ധമായ സന്ദേശങ്ങൾ. അയൽവാസി പട്ടിണി കിടക്കുന്നു എന്നറിയുമ്പോൾ ഒരു വിശ്വാസി വയറു നിറച്ച് മൃഷ്ടാന്ന ഭോജനം നടത്തിയാൽ അവന്റെ വിശ്വാസം സമ്പൂർണമാവുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ്. അയൽക്കാരനൊരു വിഷമം വരുമ്പോൾ അത് നിന്റെ വിഷമമായി കണ്ടുകൊണ്ട് അവന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് തിരുവചനങ്ങളിലൂടെ ഹദീസുകളിലൂടെ പഠിപ്പിക്കുകയാണ്. ഒരു സമൂഹത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെറിയവരോട് കരുണ കാണിക്കുകയും ചെയ്യുമ്പോഴാണ് അവന്റെ വിശ്വാസം സമ്പൂർണമാകുന്നത് എന്ന ആ ഒരു സുന്ദരമായ സന്തോഷ വാർത്ത, ആ ഒരു സന്ദേശം അത് ലോകത്തിന് പ്രചരിപ്പിക്കുന്നത് പരിശുദ്ധമായ ഹദീസുകളിലൂടെയാണ്. ആ ഹദീസാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം. പിന്നെ നമുക്കറിയാം, ഒരു വിശ്വാസി അവന്റെ ആദ്യ കാലഘട്ടത്തിൽ അവന് പ്രാഥമിക വിദ്യാഭ്യാസം നേടുമ്പോൾ ആ വിദ്യാഭ്യാസത്തിലൂടെ അവൻ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, അവൻ എങ്ങനെയാണ് നമസ്കാരത്തിന് മുമ്പുള്ള അംഗസ്നാനം അടക്കമുള്ള അവന്റെ ശുദ്ധീകരണം അടക്കമുള്ള അവന്റെ ജീവിതത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ വളരെ വ്യക്തമായി സുശക്തവും സുസജ്ജവുമായ നിലയിൽ ഒരു വിദ്യാർത്ഥിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവന്റെ ആരാധനകൾ ഏത് ശൈലിയിലാകണം, അവൻ നോമ്പ് പിടിക്കേണ്ടത് ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ്, എന്തെല്ലാം അവന് നോമ്പ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതെല്ലാം പഠിപ്പിക്കുന്ന ഫിഖ്ഹ് കർമ്മശാസ്ത്രത്തെ ഒരു വിദ്യാർത്ഥിക്ക് മദ്രസകളിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. മാത്രമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെയാണ് ഇസ്ലാം കടന്നു വന്നത്, കേരളത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിന്റെ കടന്നുവരവ്, ആ ഇസ്ലാം കടന്നു വരുമ്പോൾ ഇവിടത്തെ സഹോദര സമുദായം എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തെ അല്ലെങ്കിൽ പരിശുദ്ധമായ ദീനി പ്രകാശത്തെ എങ്ങനെയാണ് അവർ ഉൾക്കൊണ്ടത്, എങ്ങനെയാണ് അവർ അക്സെപ്റ്റ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടിലൂടെ ചരിത്രങ്ങൾ സീറയിലൂടെ കുഞ്ഞുമക്കൾക്ക് കുരുന്നുമക്കൾക്ക് പകർന്നു കൊടുക്കുന്നു. ഇന്ത്യയുടെ ചരിത്രം എന്താണ്, ഈ രാജ്യത്തിനു വേണ്ടി പോരാടിയത് ആരൊക്കെയാണ്, ഈ രാജ്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ടത് ആരൊക്കെയാണ്, ഈ രാജ്യത്തെ ഈ സുന്ദരമായ ഒരു മതേതര ജനാധിപത്യ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്നതിന് കഷ്ടപ്പെടുകയും അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തതാരാണ് എന്നടക്കമുള്ള ചരിത്രങ്ങളിൽ നിന്നുള്ള ആ ശകലങ്ങൾ കുഞ്ഞുമക്കളുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ഇന്ത്യ ചരിത്രമടക്കം സീറ അടക്കമുള്ള ചരിത്രങ്ങൾ വിശുദ്ധമായ മദ്രസ കലാലയങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഭാവ സംസ്കരണം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഉമ്മയോട് ഇടപെടേണ്ടത്, എങ്ങനെയാണ് മുതിർന്നവരോട് ഇടപെടേണ്ടത്, എങ്ങനെയാണ് പിതാവിനോട് ഇടപെടേണ്ടത്, എങ്ങനെയാണ് വളർന്നു വരുമ്പോൾ അവനൊരു ഭാര്യയാകും, അവളൊരു ഭാര്യയാകുമ്പോൾ അവനൊരു ഭർത്താവാകുമ്പോൾ ആ ഭാര്യയോടും ഭർത്താവിനോടുള്ള കടമകൾ എന്താണ്, അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങളോടുള്ള അവരുടെ ലാളിത്യവും സ്നേഹവും കരുതലും തലോടലും അവരുടെ ജാഗ്രതയും എങ്ങനെയാകണമെന്ന് വളരെ വ്യക്തമായി അഖ്ലാഖിലൂടെ സ്വഭാവ സംസ്കരണ ശാസ്ത്രത്തിലൂടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നു. അവരെങ്ങനെയാണ് ഒരു നാട്ടിൽ ജീവിക്കേണ്ടത്. നമുക്കറിയാം, ഒരു ബഹുസ്വര സമൂഹത്തിൽ താമസിക്കുമ്പോ തന്റെ അയൽക്കാരൻ അല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, തന്റെ ഓഫീസിലുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ തന്റെ തൊഴിലിടത്തിലുള്ള തന്റെ ജോലിക്കാർ അല്ലെങ്കിൽ അവരുടെ മേലുദ്യോഗസ്ഥർ, അവരോടൊക്കെ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ഏത് രീതിയിലാണ് അവരുമായിട്ട് സമീപിക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായ നിലയിൽ നല്ല സ്വഭാവ സംസ്കരണം പഠിപ്പിക്കുന്ന അഖ്ലാഖ് വിശുദ്ധമായ മദ്രസകളിൽ പഠിപ്പിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയാൽ മദ്രസ കലാലയത്തിൽ പഠിപ്പിക്കുന്നത് വിശുദ്ധമായ ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ അവന്റെ വ്യക്തി ജീവിതത്തിന്റെയും അവന്റെ കുടുംബ ജീവിതത്തിന്റെയും അവന്റെ സാമ്പത്തിക വിശുദ്ധിയുടെയും അവൻ താമസിക്കുന്ന രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ എല്ലാ നിലയിലുള്ള പഠനവും ഒരു മദ്രസ വിദ്യാർത്ഥി അവരുടെ ചെറിയ പ്രായത്തിൽ അവരുടെ ബാല്യകാലത്ത് പഠിച്ചു വരുന്നു. അതാണ് കേരളത്തിലെ മദ്രസ ഇത്രത്തോളം മനോഹരമായ ഇത്രത്തോളം അസൂയാർഹമായ നിലയിൽ എല്ലാവരാലും ഉൾക്കൊള്ളുകയും എല്ലാവരാലും പ്രശംസയ്ക്ക് അർഹരാവുകയും ചെയ്യുന്ന നിലയിൽ ആ മദ്രസ സംവിധാനങ്ങൾ ഇവിടെ പ്രകാശം പരത്തി നിൽക്കുന്നത് അതിന്റെ പേരിലാണ്.
ഈ തരത്തിൽ വിശുദ്ധമായ മദ്രസകൾ വളരെ വ്യവസ്ഥാപിതമായി കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ നടന്നു വരുമ്പോ സമീപകാലത്തുണ്ടായ ചില പ്രശ്നങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഈ മദ്രസ സംവിധാനത്തെ അല്ലെങ്കിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രാഥമിക കലാലയങ്ങളെ ജനറലൈസ് ചെയ്തുകൊണ്ട് എല്ലാ മദ്രസകളിലും പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ് എന്നും ഭീകരവാദമാണ് എന്നും കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ വർഗീയതയും അതുപോലെ തന്നെ വിഷവും കുത്തിവെക്കുന്നു എന്നുള്ള അബദ്ധജടിലമായ കേട്ടാൽ അറയ്ക്കുന്ന നിലയിലുള്ള വാക്പ്രയോഗങ്ങളിലൂടെ ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ മദ്രസകളെ അടച്ചാക്ഷേപിക്കുന്ന, മദ്രസകൾക്കെതിരെ ശക്തമായ നിലയിൽ ക്യാമ്പയിൻ സൃഷ്ടിക്കുന്ന, മദ്രസകൾക്കെതിരെ ഒരുപാട് പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റുള്ള ദിനപത്രങ്ങളിലുമൊക്കെ വളരെ മോശമായ നിലയിൽ മദ്രസ സംവിധാനത്തെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു കാര്യം അടിവരയിട്ട് പറയുകയാണ്. ഇവിടെ പരിശുദ്ധമായ മദ്രസകളിൽ ഏതെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പീഡനമായും അതുപോലെ തന്നെ പ്രകൃതി വിരുദ്ധ പീഡനമായും നടക്കുമ്പോൾ അതിനെ ഒരിക്കലും വെള്ളപൂശാൻ ഒരു ഇസ്ലാമിക പ്രസ്ഥാനവും ഒരു മുസ്ലിം പണ്ഡിതന്മാരും ഇസ്ലാമിന്റെ സ്വഭാവവും ഒരിക്കലും അതിനനുവദിക്കുന്നില്ല. അർഹിക്കുന്ന രീതിയിൽ അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് ഇസ്ലാമിന്റെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും ഇസ്ലാമിക പണ്ഡിത സമൂഹത്തിന്റെയും ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെയും നിലപാട് അതാണ്. കാരണം വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന കലാലയം, വിശുദ്ധമായ ഹദീസ് പഠിക്കുന്ന കലാലയം, സ്വഭാവ സംസ്കരണം പഠിക്കുന്ന കലാലയം, ഇന്ത്യയുടെയും ഇസ്ലാമിന്റെയും ചരിത്രം പഠിക്കുന്ന കലാലയം, കർമ്മങ്ങൾ എങ്ങനെയാകണമെന്ന് അതിന്റെ സ്വീകാര്യതയും അതിന്റെ സമ്പൂർണതയും ഏത് നിലയിലാണ് കൊണ്ടുവരേണ്ടത് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന പരിശുദ്ധമായ മദ്രസ സംവിധാനങ്ങൾ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും നിലയിലുള്ള പ്രവർത്തി ദോഷങ്ങൾ കൊണ്ട് അതിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവർക്ക് മതിയായ ഇന്ത്യയുടെ ശിക്ഷാ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ബഹുസ്വര സമൂഹത്തിൽ എന്താണോ അർഹിക്കുന്ന ശിക്ഷ അത് കിട്ടണമെന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പക്ഷേ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാലയങ്ങളെ, വിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തെ, വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ജനറലൈസ് ചെയ്തുകൊണ്ട് എല്ലാം ഭീകരവാദത്തിന്റെ സ്ഥലമാണ് എന്നും വർഗീയത പഠിപ്പിക്കുന്ന പ്രദേശമാണ് എന്നുമൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ തമ്പുരാക്കന്മാർ ശ്രമിക്കുമ്പോൾ മറുനാടൻ മലയാളി അടക്കമുള്ള പല വിഷലിപ്തമായ നിലയിലുള്ള സംഭാഷണങ്ങളും ശൈലികളും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ നവമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിസർജിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ സന്ദർഭത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കലാലയങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത എല്ലാവർക്കുമുണ്ട്. എത്രയോ സ്ഥലങ്ങളിലാണ് പരിശുദ്ധമായ ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ച്, ദൈവത്തിന്റെ മുമ്പിൽ വെച്ച്, അമ്പലങ്ങളുടെ അകത്തളങ്ങളിൽ വെച്ച്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എത്രയോ ബാലപീഡനങ്ങൾ നടന്നു. എത്രയോ കുഞ്ഞുമക്കളെ അതിദാരുണമായി ആ പ്രിയപ്പെട്ട സഹോദരിമാരെ, കുഞ്ഞുമക്കളെ ബലാത്സംഗം ചെയ്ത് ഒരുപാട് സങ്കടങ്ങൾ ഈ രാജ്യത്ത് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ സങ്കടപ്പെടുന്ന, നാണം കെടുത്തുന്ന നിലയിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായി. അതൊരു ക്ഷേത്രത്തിന്റെ കുറ്റമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളതായി അല്ലെങ്കിൽ അവരുടെ ഹൈന്ദവ സംസ്കാരമായി ഒരാളും പറഞ്ഞിട്ടില്ല. ഒരിക്കലും അങ്ങനെയുള്ള ആ അമ്പലങ്ങളെ ശ്മശാന ഭൂമിയാക്കണമെന്ന് ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. എത്രയോ സെമിനാരികളിൽ പാവപ്പെട്ട സഹോദരിമാർക്ക് പീഡനമേറ്റിട്ടുണ്ട്. എത്രയോ പൊട്ടക്കിണറുകളിൽ എത്രയോ പാവപ്പെട്ട കന്യാസ്ത്രീകളുടെ ജഡം വീടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും സെമിനാരിയെ സെമിത്തേരിയാക്കണമെന്നോ അത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ളതാണെന്നോ അത് പ്രത്യേകമായ ക്രൈസ്തവ സംസ്കാരമാണെന്നോ ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. എത്രയോ രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടി ഓഫീസിന്റെ ഉള്ളിൽ പീഡനം നടന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം എന്തെല്ലാം മറവിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ ഈ രാജ്യത്ത് അതൊക്കെ തകർക്കപ്പെടുകയും അതെല്ലാം പൂട്ടപ്പെടുകയും ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ആരും ഇതുവരെ മുറവിളി കൂട്ടിക്കിട്ടില്ല, പറഞ്ഞിട്ടില്ല.
ഇവിടെ നിന്നുകൊണ്ടാണ് വിനീതമായ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധമായ മദ്രസകളിൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിന്റെ മറ പിടിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മദ്രസകളും പൂട്ടണമെന്നും അവിടെയൊക്കെ നടക്കുന്ന പീഡനങ്ങളാണ് എന്നും മദ്രസാധ്യാപകന്മാര് മുഴുവനും ബാലപീഡകന്മാരാണ് എന്നുമൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു മതത്തിന് മാത്രം അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന് മാത്രം ഈ ഒരു അവകാശം അല്ലെങ്കിൽ ഈ ഒരു മാറാപ്പ് ചാർത്തി കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. തിരുത്തപ്പെടേണ്ടതും അതുപോലെ തന്നെ പിടിക്കപ്പെടേണ്ടതും അതുപോലെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടേണ്ടതുമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വിസ്മരിക്കുന്നില്ല. അത് അർഹിക്കുന്ന നിലയിൽ അതെല്ലാം അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് രാജ്യത്തിന്റെ ആഭ്യന്തരവും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന നിയമപാലകർക്ക് അത് വിട്ടുകൊടുക്കുകയും അതെന്താകുമെന്ന് അതിന്റെ നെല്ലും കല്ലും തിരിയുന്നതുവരെ നമ്മളൊന്ന് കാത്തിരിക്കുകയും ചെയ്യേണ്ട സാമാന്യ മര്യാദ ഒരു ബാധ്യത നമുക്കുണ്ട്. അതൊന്നുമില്ലാതെ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധമായ മദ്രസകൾക്കെതിരെ മുറവിളി കൂട്ടുമ്പോൾ നമുക്കറിയാം എത്രയോ പോക്സോ കേസുകൾ അവർ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിട്ടിട്ടുണ്ട്. അവരെ റിലീസ് ചെയ്യുമ്പോൾ അവരെ ജാമ്യം കൊടുത്ത് അവരെ ജയിലിൽ നിന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ നാം കണ്ട എത്രയോ കാഴ്ചകളാണ്, എത്രയോ വാർത്തകളാണ്. മദ്രസയിലെ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ താല്പര്യമില്ലാതെ വരികയും ഈ കാലഘട്ടത്തിൽ അവന് പഠനത്തെക്കാൾ കൂടുതൽ അവന് മറ്റ് കളികളുടെ താല്പര്യമുണ്ടാകുമ്പോൾ അവർ ഒരിക്കലും വീട്ടുകാർ അനുവദിക്കാത്ത സാഹചര്യം വരുമ്പോൾ ഇതെല്ലാം അധ്യാപകർ പീഡിപ്പിക്കുന്നു എന്ന നിലയിൽ വരുത്തിവെച്ച് അതിനെതിരെ മുറവിളി കൂട്ടാൻ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് ഈ സ്ഥാപനങ്ങൾക്കെതിരെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യക്തിവൈരാഗ്യങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ വഴക്കുകളുടെ പേരിൽ എത്രയോ പോക്സോ കേസുകളുടെ പേരിൽ അകത്തേക്ക് പോയ മദ്രസാധ്യാപകന്മാരുണ്ട്. 6 മാസവും അല്ലെങ്കിൽ 1 വർഷവും 2 വർഷവും ഒക്കെ കഴിയുമ്പോൾ ഇയാളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അയാളെ റിലീസ് ചെയ്യുമ്പോൾ അയാൾക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ എത്രയോ സ്ഥലങ്ങളിലാണ് അതേ മഹല്ലുകാർ വലിയ സ്വീകരണം ഒരുക്കിയിട്ട് ആ പണ്ഡിതനെ സ്വീകരിച്ചത്. എത്രയോ സ്ഥലങ്ങളിലാണ് ആ പണ്ഡിതന്റെ വീട്ടുമുറ്റത്ത് ചെന്ന് കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചത്. അപ്പോഴും അയാൾക്കുണ്ടായ ദുഷ്പേര്, അയാൾക്കുണ്ടായ വേദനിക്കപ്പെടുന്ന ആ രംഗങ്ങൾ, അയാളുടെ സങ്കടപ്പെടുത്തുന്ന ഭൂതകാലം എങ്ങനെയാണ് അയാൾക്ക് ഒരു നല്ല സൽപ്പേര് വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു നല്ല നാളെ അദ്ദേഹത്തിന് ഉണ്ടാകാൻ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന ആ ആളുകൾക്ക് തന്റെ കുടുംബത്തിൽ ഒരു ഫംഗ്ഷന് പോകാൻ കഴിയാതെ, ഒരു പൊതുപരിപാടിക്ക് പോകാൻ കഴിയാതെ ഒരു പീഡകനായി ഒരു പോക്സോ പ്രതിയായി വീണ്ടും സമൂഹം മുദ്ര കുത്തിയിട്ട് അവരെ പിന്നാമ്പുറങ്ങളിൽ തളച്ചിടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഒരു മനുഷ്യന്റെ കുടുംബം, ഒരു മനുഷ്യന്റെ അവന്റെ വ്യക്തിശുദ്ധി അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട സഹോദരന്റെ സ്വകാര്യത, ഇതിലേക്കുള്ള നമ്മുടെ കടന്നു കയറ്റം അത് വല്ലാതെ ആ മനുഷ്യനെ മാനസിക വിഭ്രാന്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. എത്രയോ ആളുകൾ മാനസിക രോഗികളായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം ആരാണ് മറുപടി കൊടുക്കുക? പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിശുദ്ധമായ സ്ഥാപനങ്ങൾ, വിശുദ്ധമായ സംസ്കാരം പഠിപ്പിക്കുന്ന മദ്രസ കലാലയങ്ങൾ അത് ഈ നാടിന് ഐശ്വര്യമാണ്, ഈ നാടിനത് പ്രകാശമാണ്. ഇവിടെ ഒരു ഹിന്ദു സമൂഹവും മദ്രസകൾ പൂട്ടണമെന്ന് മുറവിളി കൂട്ടിയിട്ടില്ല. ഒരു ക്രൈസ്തവ സമൂഹവും മദ്രസ പൂട്ടണമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോയി വേറെ ഒരു സംഹിതയിൽ വിശ്വസിക്കുകയും വർഗീയത മാത്രം നോക്കി കാണുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇവിടെ മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ പരിശുദ്ധമായ മദ്രസകളെ അടച്ചാക്ഷേപിക്കുന്നത്, ആ മദ്രസ സംവിധാനങ്ങൾക്കെതിരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നത്, അതിനെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് വലിയ അപകടകരമായ സാഹചര്യമാണ്. അത് നല്ല നാളേക്ക് നമുക്ക് ഒരിക്കലും മുതൽക്കൂട്ടാകാത്ത നിലയിൽ ഒരു സമൂഹത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന വേദനിപ്പിക്കുന്ന
ചില സംഭവങ്ങളാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് മദ്രസകളിലേക്ക് നമുക്ക് പോകാം. ആ മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് വിലയിരുത്താം. അവിടെ പഠിപ്പിക്കുന്ന സ്വഭാവവും, അവിടെ പഠിപ്പിക്കുന്ന ചരിത്രവും, അവിടെ പഠിപ്പിക്കുന്ന മതബോധവും, അതുപോലെ തന്നെ ജീവിത വിശുദ്ധിയും കുടുംബ വിശുദ്ധിക്ക് ആവശ്യമായ നല്ല ഒരു നാളേക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും എന്നും പ്രശംസനീയവും ഈ രാജ്യത്ത് പ്രത്യേകിച്ച് അതിനെ എല്ലാ നിലയിലും പ്രോത്സാഹനം നൽകേണ്ടതുമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, സഹോദര സമുദായങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. അപ്പോഴും ഇസ്ലാമിന്റെ കലാലയങ്ങൾക്കെതിരെയുള്ള ഈ ശക്തമായ നിലയിലുള്ള വെറുപ്പ്, ആ വെറുപ്പ് അവസാനിപ്പിക്കണം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് കൃത്യമായി അത് നിയമം കയ്യിലെടുക്കാതെ ആ നിയമ സംവിധാനങ്ങൾ, നിയമപാലകർ, അതുപോലെ തന്നെ കോടതികൾ വ്യക്തമായി അതിന്റെ യാഥാർത്ഥ്യം വിലയിരുത്തിക്കൊണ്ട് ഒരു സമൂഹത്തിൽ ഇസ്ലാമിന്റെ ആ സുന്ദരമായ പ്രകാശത്തെ കെടുത്തിക്കളയാൻ ശ്രമിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മദ്രസകളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരിക്കലും മാനസികമായ പീഡനങ്ങൾ നേരിടുന്നില്ല. അവർക്ക് ആവശ്യമായ എല്ലാ വെള്ളവും വളവും നൽകി ഒരു നല്ല നാളേക്ക്, ഭാവിയുടെ ഭാസുരതയ്ക്ക് ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ മദ്രസകളെ ഏറ്റവും ഉത്കൃഷ്ടമായ നിലയിൽ ആദരവോടെ തന്നെ നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.